പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ അടുത്ത കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു അമ്മച്ചിയെ കണ്ടുമുട്ടുവാനിടയായി. ആ അമ്മച്ചി സാമ്പത്തികമായി തീർത്തും പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. എന്നാൽ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ സന്തോഷത്തോടെ വളർത്തുന്നു. അമ്മച്ചിക്ക് അന്നന്ന് വേണ്ടി അപ്പമാണ് എല്ലാ ദിവസവും ജോലി ചെയ്ത് കിട്ടുക. അതിനുള്ള തുക മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും പള്ളിയിൽ വരും മാത്രമല്ല, എപ്പോഴും സന്തോഷവുമാണ്. അപ്പോൾ ഈ അമ്മച്ചിയോട് ഞാൻ വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കാനിടയായി. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അധികം സമ്പത്തില്ലെങ്കിലും അധികം ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ലെങ്കിലും എപ്പോഴും സന്തോഷിച്ച് നടക്കുക? അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത്. അമ്മച്ചി പറയുകയായിരുന്നു, എനിക്ക് 81 വയസ്സായി. ഈ 81 വയസ്സിലും എനിക്ക് ആരോഗ്യമുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട്. ഞാൻ കൊച്ചുമക്കളെയൊക്കെ സ്നേഹത്തോടെ വളർത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജീവിതത്തിലെ ഇത്രയും വർഷത്തെ ആ ഓർമ്മകൾ മുഴുവൻ പിന്നോട്ട് നോക്കുമ്പോൾ എല്ലാ ദിവസവും എന്തു വന്നാലും, സന്തോഷം വന്നാലും ദുഃഖം വന്നാലും, ഞാൻ കരുണയുടെ ജപമാലയും അനുദിനം വിശുദ്ധരുടെ പ്രാർത്ഥനകളും പിന്നെ അനുദിന ജീവിതബലിയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അതെപ്പോഴും അങ്ങനെയാണ്. സന്തോഷം വരുമ്പോൾ മാത്രമല്ല, സങ്കടം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും രോഗം വരുമ്പോഴും എല്ലാം ആശ്രയിക്കുക ഈ പ്രാർത്ഥനകളിലാണ്. കുരിശിൻ്റെ വഴി, ബൈബിൾ വായന, ജപമാല, കരുണക്കൊന്ത, ഇവയൊക്കെ ഈ അമ്മച്ചിയെ ശക്തിപ്പെടുത്തുന്നു. ഒരുപക്ഷെ നമുക്കൊക്കെ പാഠമാകേണ്ട അമ്മച്ചി, നമുക്കൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ മാതൃക നൽകുന്ന ഈ അമ്മച്ചി നമ്മുടെയും ജീവിതത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-17 തിരുവചനം, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അതെ, ഈശോയിൽ പൂർണ്ണമായും ആശ്രയിച്ച് മുന്നേറുന്ന അമ്മച്ചി സമ്പത്ത് അധികം ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിലൊന്നും കൂടുതൽ വേണമെന്ന് പ്രത്യാശയില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ പോകുന്ന അമ്മച്ചി നമുക്കെല്ലാം മാതൃകയാകണം. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും വ്യഗ്രതപ്പെട്ട് മുന്നോട്ട് പോകുന്ന നമുക്ക് ഈ അമ്മച്ചിയുടെ ജീവിത മാതൃക ശക്തി പ്രദാനം ചെയ്യുന്ന ആയി മാറണം. നമുക്ക് ദിവ്യകാനീശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യകാനീശോയെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണല്ലോ യഥാർത്ഥത്തിൽ ഈശോയെ സ്വീകരിച്ച് ഈശോയെ സ്വന്തമാക്കി മുന്നേറുന്നവർ. അങ്ങനൊരു മനോഭാവം ഈ അമ്മച്ചിയെ പോലെ ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. ഈശോയുടെ ദിവ്യകാരുണ്യമേ, ഞങ്ങളെ ഓരോരുത്തരെയും കൈനീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.